നമസ്കാരം. UPSC മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിലെ വാർത്തകളാണ്. 16 മെയ് 2021 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാർത്തകളിലേക്ക് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വാർത്ത ഒരു സയൻസ് ആൻഡ് ടെക്നോളജി പോർഷൻ നിന്നാണ്. മാർസ് ലാൻഡിംഗ് ഗീവ്സ് ചൈനാസ് സ്പേസ് പ്രോഗ്രാം എ ലെഗ് അപ്പ്. വാർത്ത എന്താണെന്ന് വെച്ചാൽ, ചൈന ഒരു സ്പേസ് ലാൻഡർ അവിടെ മാർസിൽ ലാൻഡ് ചെയ്തു. അത് വളരെ വിജയകരമായി തന്നെ അവിടെ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇതാണ് വാർത്ത. എവിടെയാണ് ലാൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു വലിയ പ്ലെയിൻ റീജിയൻ ഉണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയർ, മാർസിൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയറായ ഉട്ടിയോപ്പിയ പ്ലാറ്റിനയിലാണ് അത് ലാൻഡ് ചെയ്തത്. സോറി, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. ഉട്ടോപ്പിയ പ്ലനേഷ്യ എന്നാണ് അതിനെ വായിക്കുക, അല്ലെങ്കിൽ ഉട്ടോപ്പിയ പ്ലെയിൻ എന്നും അതിനെ പറയും. ചൈനയുടെ ആദ്യത്തെ മാർസ് മിഷൻ്റെ പേര് തിയാൻവൻ 1 എന്നാണ്. അത് കഴിഞ്ഞൊരു വർഷമായിട്ട് പോയിരിക്കുന്നത്. മാർസിന് ചുറ്റും ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ആ ഓർബിറ്റിൽ നിന്ന് ഓർബിറ്റർ പുറത്തേക്ക് വരികയും ഇന്നലെയാണ് ആ ഓർബിറ്ററിൽ നിന്നും അത് ലാൻഡ് ചെയ്യുന്നത് മാർസിലേക്ക്. ആ ലാൻഡറിൽ നിന്നും ഒരു റോവർ പുറത്തേക്ക് വരും. ആ റോവർ അവിടെ സർഫസിലൂടെയൊക്കെ മൂവ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള ഡീറ്റെയിൽസും ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് അഴിക്കും. അതാണ് അതിൻ്റെ സംഭവം. ആ റോവറിനെ വിളിക്കുന്ന പേരാണ് സീറോങ്. അപ്പോൾ ഇതോടുകൂടി ചൈന ലോകത്ത് 3ാമത്തെ രാജ്യമാണ് മാർസിൽ ഒരു ലാൻഡ് ചെയ്യിക്കുന്ന 3ാമത്തെ രാജ്യമായിട്ട് മാറുകയാണ് ചൈന. ഇതിനു മുന്നേ സോവിയറ്റ് യൂണിയനും USA ഇതുപോലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ചൈനയിൽ, മാർസിൽ. പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ ലാൻഡർ അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് സെക്കൻഡുകൾ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അത് നശിച്ചു പോവുകയുണ്ടായി. അപ്പോൾ ഓർത്തിരിക്കുക, മൊത്തം 3 രാജ്യങ്ങളാണ് അവിടെ ലാൻഡ് ചെയ്തത്: സോവിയറ്റ് യൂണിയൻ, ചൈന, USA. അതിൽ സോവിയറ്റ് യൂണിയൻ നശിച്ചുപോയി. USAയുടെയും ചൈനയുടെയും റോവേഴ്സാണ് ഇപ്പോൾ മാർസിൽ ഉള്ളത്. ഇത് UPSC പ്രിലിംസിന് വരുന്നൊരു പോയിൻ്റാണ്, ഓർത്തിരിക്കുക. നാസ ആദ്യമായിട്ട് ലാൻഡിങ് നടത്തുന്നത് 1976 ജൂലൈയിലാണ്. വൈക്കിംഗ് 1 ഒരു മിഷനായിരുന്നു. രണ്ടാമത്തെ വൈക്കിംഗ് 2 എന്നൊരു മിഷൻ ഉണ്ടായിരുന്നു. അത് രണ്ടും മാർസിൽ സക്സസ്ഫുൾ എത്തിയിരുന്നു. ഇപ്പോൾ മാർസിൻ്റെ 2 റോവേഴ്സ് നാസയുടെ 2 റോവേഴ്സ് മാർസിൽ മൂവ് ചെയ്യുന്നുണ്ട്. ചൈനയുടെ റോവർ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അത് അവിടുത്തെ ഏരിയയും ലൊക്കേഷനെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് മൂവിങ് തുടങ്ങുന്നത്. കുറച്ച് ദിവസങ്ങളിലുള്ളിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയാൻ പറ്റിയത്. ഇനിയിപ്പോൾ എന്തൊക്കെ മിഷൻസാണ് മാർസിലുള്ളതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മൊത്തത്തിൽ 11 സ്പേസ് ക്രാഫ്റ്റുകളാണ്, അതും 5 വ്യത്യസ്ത ഏജൻസികളിൽ നിന്നും. അത് ഏതൊക്കെ രാജ്യങ്ങളിലാണെന്ന് വെച്ചാൽ, യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന്, യൂറോപ്യൻ യൂണിയനിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, ചൈനയിൽ നിന്ന്, UAE നിന്ന്. ഈ 5 രാജ്യങ്ങളിൽ നിന്നുള്ള 5 ഡിഫറൻറ്റ് സ്പേസ് ഏജൻസി മൊത്തം 11 സ്പേസ് ക്രാഫ്റ്റുകളാണ് മാർസ് മിഷന് വേണ്ടി വിട്ടിരിക്കുന്നത്. നാസയുടെ 2 റോവേഴ്സ് അവിടെ ഉണ്ട്. ഒന്ന് ക്യൂരിയോസിറ്റി എന്നും പെർസിവറൻസ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ മാർസിൻ്റെ ചുറ്റും 3 ഓർബിറ്ററുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നാസയുടെ തന്നെ. അതിൻ്റെ പേര് റെക്കഗ്നൈസേഷൻ ഓർബിറ്റർ, മാർസ് ഒഡീസി, പിന്നെ മേവൻ. ഈ 3 പേരിലുള്ള ആൾക്കാരാണ്. പിന്നെ നാസയുടെ ഒരു ലാൻഡർ അവിടെയുണ്ട്, അതിൻ്റെ പേരാണ് മാർസ് ഇൻസൈറ്റ്. ഇന്ത്യയുടെ ഓർബിറ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്, മംഗൾയാൻ 1 എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ 2 ഓർബിറ്റേഴ്സ് ഉണ്ട്. ഒന്നിൻ്റെ പേര് മാസ് എക്സ്പ്രസ് എന്നും രണ്ടാമത്തേത് എക്സോ മാർസ് ട്രേസ് ഗ്യാസ് ഓർബിറ്റർ എന്നുമാണ്. ചൈനയുടെ ഓർബിറ്ററിൻ്റെ പേര് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, തിയാൻവൻ 1 എന്നാണ് അതിൻ്റെ പേര്. അതിപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ സംസാരിച്ചേ ഉള്ളൂ. അതുപോലെ UAEയുടെ ഒരു ഓർബിറ്റർ ഉണ്ട്, അതിൻ്റെ പേരാണ് ഹോപ്പ്. അപ്പോൾ ഇത്രയും ഓർബിറ്റേഴ്സാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഇതിൽ ലിസ്റ്റ് തരാത്തതിൽ അവിടെ ചൈനയുടെ ലാൻഡറും കൂടി ഉണ്ട്. ഇപ്പോൾ ലാൻഡും കൂടെ ചെയ്ത് കഴിഞ്ഞു ഈ തിയാൻവൻ 1 നിന്നും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, മാർസിലാണ് ഏറ്റവും കൂടുതൽ മിഷൻ നടന്നിരിക്കുന്നത് ബാക്കി എല്ലാ പ്ലാനറ്റിനേക്കാളും. എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കാനുള്ള കാര്യം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. സോ എന്തുകൊണ്ടാണ് എല്ലാ സയൻറ്റിസ്റ്റുകളും മാർസിനെ കുറിച്ച് ഇത്രയും ചിന്തിക്കുന്നത്? മാർസിലേക്ക് എന്തുകൊണ്ടാണ് ഇത്രയും മിഷൻസ് വരുന്നത്? മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. അതായത്, ഇതിനു മുന്നേ ഒരു പ്ലാനറ്റിൽ ജീവൻ നിലനിന്നിരുന്നെങ്കിൽ അത് മാർസിലാണ് എന്നൊരു വിശ്വാസം സയൻറ്റിസ്റ്റുകൾക്കുണ്ട്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4 ബില്യൺ ഇയേഴ്സിന് മുന്നേ മാർസ് നമ്മുടെ എർത്തിനെ പോലത്തെ ഒരു പ്ലാനറ്റ് ആയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അതിൽ ഇപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട് അതിലൂടെ. അതിൽ വളരെ തിക്ക് അറ്റ്മോസ്ഫിയറാണ്. പിന്നെ വളരെ സ്റ്റേബിളായ ഒരു വാട്ടർ അതിലെ കൂടെ ഒഴുകുന്നുണ്ട് മാർസിൻ്റെ സർഫസിൽ കൂടെ. അപ്പോൾ ഈ തിക്കർ അറ്റ്മോസ്ഫിയർ അതിനെ സഹായിക്കും. അപ്പോൾ അതിനർത്ഥം അവിടെ പണ്ട് ഇത്രയും തിക്കർ അറ്റ്മോസ്ഫിയർ ആയിരുന്ന കാലത്ത് അവിടെ ജീവൻ നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് മാർസിലേക്ക് ഇത്രയും മിഷൻസ് നമ്മൾ വിടുന്നത്. മാർസിൻ്റെ ഫിസിക്കൽ ഫീച്ചറും എർത്തിനോട് തന്നെ വളരെ സിമിലാരിറ്റി ഉള്ളതാണ്. അതായത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ക്ലൗഡ്സ് ഉണ്ട്, പോളർ ഐസ് ക്യാപ്പുകളുണ്ട്, വോൾക്കാനോസ് ഉണ്ട്, ഒരു സീസണൽ വെതർ പാറ്റേൺസ് ഉണ്ട്. സോ അതെല്ലാം നമ്മുടെ ഭൂമിയോട് വളരെ സിമിലാരിറ്റി ഉള്ളതാണ്. സോ അവിടെയും ഒരു കാലത്ത് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്രയും മിഷൻസ് മാർസിലേക്ക് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇതാണ് 2 കാരണങ്ങൾ.
അപ്പോൾ നമുക്കൊരിക്കലും വേറൊരു പ്ലാനറ്റിനെ അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ അവിടെ ആകാശത്ത് ക്ലൗഡ്സ് ഉണ്ട്, അതുപോലെ വോൾക്കാനോസ് ഉണ്ട്. ഒരു ലോങ് സീസൺ നമ്മുടെ പോലെ കുറച്ച് 3 മാസത്തേക്ക് അങ്ങനെയല്ല, ഇത്തിരി ലോങ് സീസൺ, ലെങ്ത് കൂടുതലാണ് സീസൺസിൻ്റെ. പക്ഷെ എന്നാലും സീസൺ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വേറെ പ്ലാനറ്റ്സിനെ കുറിച്ചും ചിന്തിക്കാത്തതെന്ന്? അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം വീനസ് ഉണ്ട്, മെർക്കുറി ഉണ്ട്. ഇവർ രണ്ടുപേരും സൂര്യനോട് അടുത്താണ്, അതുകൊണ്ട് തന്നെ വളരെ ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ അത് 400 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് അവിടുത്തെ സർഫസ് ടെമ്പറേച്ചർ. സോ ആ ടെമ്പറേച്ചറിൽ ഒരിക്കലും നമുക്കൊരു ഹ്യൂമൻ ലൈഫ് എക്സിസ്റ്റൻസ് നടക്കും തോന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകാത്തത്. പിന്നെയുള്ളത് അതിനപ്പുറത്തേക്കുള്ള, അതായത് ജൂപ്പിറ്റർ അങ്ങോട്ടുള്ള അതൊക്കെ പലതും പ്ലാനറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്യാസ് വെച്ചിട്ടാണ്, ഒരു സിലിക്കേറ്റ്സ് റോക്ക് വെച്ചിട്ട് വരുന്നില്ല. അതുമാത്രമല്ല അവരാണെങ്കിൽ വളരെ എക്സ്ട്രീം കോൾഡ് ഉള്ളൊരു ക്ലൈമറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെ നോക്കുമ്പോഴും കൂടുതലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ ഉള്ളത് മാഴ്സിൽ തന്നെയാണ്. ഇക്വേറ്റർ റീജിയനിലുള്ള മാഴ്സിൻ്റെ ടെമ്പറേച്ചർ എന്നുള്ളത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ പോളിലേക്ക് പോയ തണുപ്പാണെങ്കിൽ അത് ഇത്തിരി എക്സ്ട്രീമാണ്. 125 ഡിഗ്രി സെൽഷ്യസ് ആണ് പോൾസിലുള്ള ടെമ്പറേച്ചർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാഴ്സ് മിഷനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇനി മാഴ്സിനെ കുറിച്ച് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം 4ാമത്തെ പ്ലാനറ്റാണ് സൂര്യനിൽ നിന്നുള്ള മാഴ്സ്. നമുക്കറിയാം അത് സെക്കൻഡ് സ്മോളസ്റ്റ് പ്ലാനറ്റും കൂടെയാണ്. പിന്നെ മാഴ്സിൻ്റെ സൈസ് എന്നുള്ളത് എർത്തിൻ്റെ സൈസിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. പിന്നെ എർത്ത് ഓർബിറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് നോക്കാം എർത്തുമായിട്ട്. ഒന്ന്, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു ദിവസത്തെ 24 മണിക്കൂറാണ്, അതായത് 23.9 മണിക്കൂർ. മാഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത് 24.6 മണിക്കൂറാണ്. അത് ഒരു ദിവസം നമ്മുടെ ഭൂമിയിൽ ഒരു ദിവസത്തിനോട് വളരെ സിമിലറാണ്. രണ്ടാമത്തെ പോയിന്റ്, മാഴ്സിന് സ്വന്തം ഒരു ആക്സിസിലൂടെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ആക്സിസ് ആണെങ്കിൽ 25 ഡിഗ്രി ടിൽറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളും പഠിച്ചിട്ടുണ്ട് നമ്മുടെ എർത്തിൻ്റെ ആക്സിസും 23.4 ഡിഗ്രി ടിൽറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അത് വളരെ സിമിലർ ആയൊരു നമ്പറാണ്. പിന്നെ എർത്ത് പോലെ തന്നെ മാഴ്സിന് വ്യത്യസ്തമായ സീസൺസ് ഉണ്ട്. തണുപ്പുള്ള കാലം, ചൂടുകാലം, അങ്ങനെ ഓരോ സീസൺസ് ഉണ്ട്. അത് ഈ ഒരേപോലെ ടിൽറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട്, ഒരേപോലെ റിവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് ആ സീസൺ ഇങ്ങനെ വരുന്നത്. പക്ഷെ കുറച്ച് ലോങ്ങറാണ് എർത്തിനെക്കാളും. മാഴ്സിലെ സീസൺസ് കുറച്ചും കൂടെ ലോങ്ങറാണ്. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് ദൂരെ നിൽക്കുന്നതുകൊണ്ടാണ്. 4ാമത്തെ പ്ലാനറ്റ് ആണല്ലോ, അതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇത് 3 പോയിന്റിൽ തന്നെ നമുക്കറിയാം മാഴ്സും എർത്തും തമ്മിൽ ഒരുപാട് സാമ്യത കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് മാഴ്സ് റെഡിഷായി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള അയൺ ഓക്സിഡേഷൻ സംഭവിച്ചതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഓക്സിഡേഷൻ സംഭവിക്കാൻ നമ്മൾ കാണില്ലേ, ഈ ഇരുമ്പ് തുരുമ്പെടുക്കില്ലേ, തുരുമ്പെടുത്തതിന് ചുവന്ന കളറാവില്ല, അതുപോലെ അവിടെ ഒരുപാട് അയണിൻ്റെ ഡസ്റ്റ് ഉണ്ട്. ആ ഡസ്റ്റ് മാഴ്സുള്ളത് കൊണ്ടാണ് നമുക്ക് മൊത്തത്തിൽ അത് റെഡായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റെഡ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത പോയിന്റ്, സോളാർ സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും വലിയ വോൾക്കാനോ ഉള്ളത് മാഴ്സിലാണ്. ഒളമ്പസ് മോൺസ് എന്നാണ് അതിൻ്റെ പേര്. ഇറ്റ് ഈസ് 3 times taller than എർത്ത്സ് മൗണ്ട് എവറസ്റ്റ്. നമ്മുടെ മൗണ്ട് എവറസ്റ്റിനേക്കാളൊക്കെ എത്രയോ വലിയ 3 ഇരട്ടിയോളം വലുതാണ്. ഓക്കെ, പിന്നെ മാഴ്സിൻ്റെ അറ്റ്മോസ്ഫിയർ വളരെ തിന്നാണ്. അതിൽ 95% ഉള്ളത് കാർബൺ ഡയോക്സൈഡാണ്, ബാക്കിയുള്ള നൈട്രജൻ, ആർഗൺ ഗ്യാസസ് ഒക്കെയാണ്. സോ അറ്റ്മോസ്ഫിയർ ഇത്ര തിന്നായതുകൊണ്ട് തന്നെ അവിടെ വാട്ടറിനെ അവിടെ പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ മാഴ്സിൻ്റെ കുഴപ്പം. പണ്ടൊരു തിക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ തിന്നായ അറ്റ്മോസ്ഫിയറിനുള്ളത്. അതുകൊണ്ടാണ് വാട്ടർ വേപ്പേഴ്സ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പിന്നെ വേറൊരു വലിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഴ്സിന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അതായത് നമുക്കറിയാം ഭൂമിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതൊരു ബാർ മാഗ്നറ്റ് പോലെയാണ്, നോർത്ത് പോൾ അറ്റത്ത് സൗത്ത് പോൾ അറ്റത്ത്. സോ എല്ലാ പാർട്ടിക്കിൾസിനെയും അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് അതിനുണ്ട്. പക്ഷെ മാഴ്സിന് അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പിന്നെ, പക്ഷേ ചില മാഴ്സിൽ നിന്ന് കിട്ടിയ ചില പാർട്ടിക്കിൾസ്, ചില റോക്സിനൊക്കെ ഒരു മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഭൂമിക്ക് ഉള്ളത് ഒരു മൂണാണ്, പക്ഷേ മാർസിന് 2 മൂൺസ് ഉണ്ട്. ഫോബോസ് എന്നും ഡിയോമോസ് എന്നുമാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാഴ്സിനെ കുറിച്ച് ടിൽഡ് ഡേറ്റ് അറിയുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കിനി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാഴ്സിൻ്റെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ആ സ്പേസ് ക്രാഫ്റ്റിൻ്റെ മിഷൻസിൻ്റെയും പേരൊക്കെ ഓർത്ത് വെക്കുക. നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത വാർത്ത വന്നിരിക്കുന്നത് മറ്റൊരു പേജിലാണ്. 2 killed in Kerala as cyclone intensified. സോ നമുക്കറിയാം സൈക്ലോൺ തോട്ടെ അത് വളരെ ഇൻറ്റൻസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഗുജറാത്തിൻ്റെ തീരത്തേക്ക് എത്തുമ്പോൾ 160 km/h വേഗതയിലാണ് ആ സൈക്ലോൺ വീശിയത് ഗുജറാത്തിൽ. ഈ സൈക്ലോണിക് തോട്ടെ എന്നുള്ളത് അറേബ്യൻ സീയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇനീഷ്യലി. സോ ആദ്യം നമ്മളതിനെ സൈക്ലോണിക് സ്റ്റോം എന്നൊരു കാറ്റഗറിയിലാണ് പെടുത്തിയത്. പക്ഷേ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് IMD അതിനെ ഇതിൻ്റെ സിവിയറിറ്റി കാരണം അതിനെ വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോമിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റഗറീസിനുണ്ട്. അത് ഓരോ വിൻഡും അതിൻ്റെ സ്പീഡ് അനുസരിച്ച് അത് ഏതൊക്കെ കാറ്റഗറിയിൽ പെടുത്തും എന്നുള്ളതുണ്ട്. സോ അതിൻ്റെ ബേസാണ്. അപ്പോൾ VSCS എന്നൊരു കാറ്റഗറിയിലാണ് ഇപ്പോൾ ഈ സൈക്ലോൺ ഉള്ളത്.
അപ്പോൾ ഈ ടേബിൾ നോക്കി അറിയാം, സൈക്ലോണിക് സ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 62 മുതൽ 88 km/h സ്പീഡേ ഉണ്ടാവുള്ളൂ. സിവിയർ സൈക്ലോണിക് സ്റ്റോം എന്ന് പറയുമ്പോൾ 89 മുതൽ 118 km സ്പീഡ് വരെ എത്തുമ്പോൾ നമ്മൾ സിവിയർ എന്ന് വിളിക്കുക. വെരി സിവിയർ എന്ന് പറയുകയാണെങ്കിൽ 119നും 221നും ഇടയിൽ വരുന്നതിന്. ഇനി ഇതിനും മുകളിൽ സൂപ്പർ സൈക്ലോണിക് സ്റ്റോം, അതിന് 222 km പൊക്കത്തായിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കാറ്റഗറിയും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്താണ് നമ്മളതിനെ VSA CS മാറ്റുന്നത്. സോ അടുത്ത സൈക്ലോൺ ഡെവലപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ലക്ഷദ്വീപിൻ്റെ അടുത്താണ് സൈക്ലോൺ ഡെവലപ്പ് ചെയ്തത്. അതായത് 11 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിലും 72.5 ഡിഗ്രി ഈസ്റ്റ് ലോങ്റ്റിറ്റ്യൂഡിലാണ് ഡെവലപ്പ് ചെയ്തത്. സൈക്ലോൺ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത് ഒരു കൊറിയോളിസ് ഫോഴ്സാണെന്ന് നമുക്കറിയാം. കൊറിയോളിസ് ഫോഴ്സ് കാരണമാണ് ഇവർ സൈക്ലോൺ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുകയും അത് നേരെ സെൻറ്ററിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ചുറ്റുമുള്ള എയറെല്ലാം സെൻറ്ററിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുകയും ചെയ്യും. നോർത്തേൺ പാർട്ടിലാണ് വരുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറങ്ങും. സതേൺ പാർട്ടിലാണ് വരുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കറങ്ങും. അത് അവിടുത്തെ എയറിൻ്റെ പ്രഷറിലും പിന്നെ എയറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ചാണ് ഈ ഡയറക്ഷൻ മാറുക. അപ്പോൾ ഈ കൊറിയോളിസ് ഫോഴ്സിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ജിയോഗ്രഫിയിൽ പഠിക്കും. സോ അതിൽ നമ്മൾ കാണും. സോ അതിനെ എന്തുകൊണ്ട് സൈക്ലോണിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. സോ സൈക്ലോൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൻ്റെ മെയിനായിട്ടുള്ള 6 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സഫിഷ്യൻറ്റ് വാം ടെമ്പറേച്ചർ ആയിട്ട് സീ സർഫസിൽ അത്യാവശ്യം ടെമ്പറേച്ചറാണ്, അതായത് 27 ഡിഗ്രിക്കെങ്കിലും മുകളിലുണ്ടെങ്കിൽ മാത്രമേ സൈക്ലോൺ ഫോർമേഷൻ നടക്കുകയുള്ളൂ. സോ ഈ ടെമ്പറേച്ചർ കൂടിയാൽ മാത്രമേ ലോ പ്രഷർ റീജിയൻ ബേ ഓഫ് ബംഗാൾ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചുറ്റും പ്രഷർ കുറയുമ്പോൾ പ്രഷർ കൂടിയ ഭാഗത്തേക്കൊരു പുഷ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സർഫസിൻ്റെ ടെമ്പറേച്ചർ എന്തായാലും മിനിമം 27 ഡിഗ്രിയെങ്കിലും വേണം. പിന്നെ അവിടെ ഓൾറെഡി ഒരു എന്താ പറയുക, ലോ പ്രഷർ സിസ്റ്റം ഓൾറെഡി ആ കടലിന് ചുറ്റും ഉണ്ടെങ്കിൽ അത് സൈക്ലോണിൻ്റെ ഒരു വലിയ ഫാക്ടറായിട്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രഷർ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈക്ലോണിന് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കൊറിയോളിസ് ഫോഴ്സാണ് മൂന്നാമത്തെ ഫാക്ടർ. അതായത് അവിടെ ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് സംഭവിച്ചു, അവിടെ ലോ പ്രഷർ ആണെന്ന് ഇരിക്കുക. അങ്ങനെ ലോ പ്രഷർ ആണെങ്കിൽ വിൻഡിന് എപ്പോഴും ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് മൂവ് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ലോ പ്രഷറിലേക്ക് മൂവ് ചെയ്തിട്ട് അവർ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ കൊറിയോളിസ് ഫോഴ്സ് കാരണം അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങി അത് സ്വില്ല് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണ് സൈക്ലോൺ ഒരു ചുഴലിയുടെ ഒരു എഫക്റ്റ് ലഭിക്കുന്നത്. മറ്റൊരു മെയിൻ ഫാക്ടറാണ് ഹൈ ഹ്യൂമിഡിറ്റി ഇൻ ദ ലോവർ ടു മിഡിൽ ലെവൽ ഓഫ് ട്രോപ്പോസ്ഫിയർ. നമ്മുടെ ഇവിടെ നിന്നുള്ള വെള്ളമെല്ലാം നേരിയവേ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് ട്രോപ്പോസ്ഫിയറിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി അതൊരു ഏറ്റവും ഹ്യൂമിഡിറ്റി ഉള്ളൊരു ഏരിയയായി മാറും. അപ്പോൾ സൈക്ലോൺസ് ഒരു ലാൻഡിലേക്ക് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഹ്യൂമിഡ് ആയിട്ടുള്ള വാട്ടർ വേപ്പേഴ്സ് ആ സൈക്ലോൺസിനെ ഫ്യൂൽ ചെയ്യുന്ന പോലെ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ സൈക്ലോൺ ഇങ്ങനെ കറങ്ങാനുള്ള ഫ്യൂൽ പോലെ അവർ ആക്ട് ചെയ്യും, ആ ഹ്യൂമിഡ് ആയിട്ടുള്ള വാട്ടർ വേപ്പേഴ്സ്. വേറൊരു പോയിൻ്റാണ് ലോ വെർട്ടിക്കൽ വിൻഡ് ഷിയർ. അതായത് വെർട്ടിക്കലി വിൻഡ് ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ ഹൈ പ്രഷർ റീജിയൻ, ലോ പ്രഷർ റീജിയൻ, ലോ പ്രഷറും ഹൈ പ്രഷർ റീജിയൻ തമ്മിലുള്ള വിൻഡിൻ്റെ സ്പീഡിനെയാണ് വിൻഡ് ഷിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വിൻഡിൻ്റെ സ്പീഡ് വ്യത്യാസം ഉണ്ടെന്ന് ഇരിക്കാം മുകളും താഴത്തും. അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചുഴലി പോലത്തെ സംഭവം ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സൈക്ലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ. സോ സൈക്ലോണിൻ്റെ ഫാക്ടേഴ്സ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. സൈക്ലോണിൻ്റെ വേറെ ഒരു സൈക്ലോൺ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ശരി, ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും, ആ സർഫസിലുള്ള ഹീറ്റാണ് സൈക്ലോണിൻ്റെ മെയിനായിട്ടുള്ള ഫ്യൂവൽ. അപ്പോൾ ആ ഹീറ്റിന് അതിൻ്റേതായ ഒരു ഹീറ്റുള്ള എയറിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ആ പൊട്ടൻഷ്യൽ എനർജി സൈക്ലോണിൻ്റെ സമയത്ത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ കൈനറ്റിക് എനർജിയാണ് വിൻഡിന് വേണ്ടി മൂവ് ചെയ്യാനുള്ള സ്പീഡ് ആയിട്ട് മാറുന്നത്. അങ്ങനെയാണ് വിൻഡിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു അവിടെ സൈക്ലോൺസിന് ഉള്ള അവിടെ വെള്ളം ചൂടാവുന്നതുകൊണ്ടാണ്, അതായത് അവിടത്തേക്കുള്ള ഹീറ്റാണ് സൈക്ലോണിൻ്റെ ഫ്യൂവൽ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് കടൽ ഹീറ്റാവുന്നത്? സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ അന്തരീക്ഷത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് സൈക്ലോൺസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചാണ്. സോ ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമ്മളിപ്പോൾ ഗ്ലേഷ്യർ മെൽറ്റ് ആവുന്ന കേസസൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ സൈക്ലോൺസും കൂടാനുള്ള റീസൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് താഴത്ത് നോർത്തേൺ ഇന്ത്യൻ ഓഷ്യനിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് സിവിയർ സൈക്ലോൺസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമുക്കിവിടെ ബേ ഓഫ് ബംഗാളിൻ്റെ അവിടെ നിന്ന് ഇന്ത്യൻ അറേബ്യൻ സീൻ്റെ ഭാഗത്തുനിന്നും സാധാരണ ഒരു വർഷത്തിൽ ഒരു സിവിയർ സൈക്ലോണാണ് വരാനുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് 3 സിവിയർ സൈക്ലോണായി വരുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെ രീതിയിൽ സൈക്ലോൺസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2020 കാരണം 2020 നമുക്ക് ബേ ഓഫ് ബംഗാളിൽ നിന്ന് വലിയ സൈക്ലോൺസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈക്ലോൺ അംഫാം ഒരു സൈക്ലോൺ ഉണ്ടായിട്ടുണ്ട് ബേ ഓഫ് ബംഗാളിൽ നിന്നും. അത് ബംഗാൾ കോസ്റ്റിലൂടെയാണ് വന്നത്.
അതൊരു 24 മണിക്കൂർ കൊണ്ട് സൂപ്പർ സൈക്ലോൺ കാറ്റഗറിയിലേക്ക് വന്നു. സൂപ്പർ സൈക്ലോൺ നമ്മൾ പറയുന്നുണ്ടായിരുന്നു 221 km/h സ്പീഡിന് മുകളിലേക്ക് പോകുമ്പോഴാണ് സൂപ്പർ സൈക്ലോൺ എന്ന് വിളിക്കുക. ആ കാറ്റഗറിയിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ കടലിൽ നിന്നുള്ള ഹൈ ടെമ്പറേച്ചർ കാരണം, സർഫസ് ടെമ്പറേച്ചർ കാരണം ആ സൈക്ലോൺ കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡ് കൂടി വരികയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത് ബേ ഓഫ് ബംഗാളിൽ നിന്നുള്ള ഹീറ്റ് കാരണം. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം അടുത്തൊരു സൈക്ലോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു സൈക്ലോൺ നിസഗ്ര. അതും മൺസൂണിന് ശേഷം ഉണ്ടായതാണ്. അതുപോലെ സൈക്ലോൺ നിവാർ, ഇത് രണ്ടും പുതുച്ചേരി ഭാഗത്താണ് വന്നിരുന്നത്. സോ ഇങ്ങനെ സൈക്ലോൺ ഇൻറ്റൻസിറ്റീസ് കൂടി വരികയാണ് ഡേ ബൈ ഡേ. സോ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് നമ്മൾ 1980 നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ നമ്മൾ നമ്മുടെ സൈക്ലോൺ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. സോ ആദ്യമായിട്ടാണ് മൺസൂണിന് മുന്നേ സൈക്ലോൺ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രീ മൺസൂൺ സൈക്ലോൺസ് കഴിഞ്ഞ 4 വർഷമായിട്ടും കാണുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഇത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ആയിട്ട് വേണം ഇതിനെ പറയാൻ. അപ്പോൾ ഇത് മെയിൻസ് എക്സാമിന് ഹെൽപ്പ് ചെയ്യും, ഈ പോയിൻ്റ് ഓർത്തിരിക്കുക. അടുത്തൊരു ടോപ്പിക്ക് നമ്മൾ എഴുതിയിരിക്കുന്നത് വാർമിംഗ് അറേബ്യൻ സീ എന്നാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേബ്യൻ സീ എന്നുള്ളത് സൈക്ലോൺ പ്രോണായ ഒരു ഏരിയ അല്ല വെസ്റ്റ് ബംഗാളിനെക്കാലം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ബേ ഓഫ് ബംഗാളിൻ്റെ ഈ മാപ്പിൽ കാണാം, ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ബേ ഓഫ് ബംഗാളിൻ്റെ റീജിയൻ. സോ ഈ റീജിയൻ കമ്പാരിറ്റീവ്ലി ഈ ഭാഗം മുഴുവൻ റെഡാണ്, അതായത് നല്ല ഹീറ്റ് ഉള്ള ഏരിയയാണ്. പക്ഷേ അറേബ്യൻ സീ റീജിയൻ നോക്കുമ്പോൾ മുകളിലേക്ക് വരുന്നതോറും, അതായത് ഗുജറാത്തിൻ്റെ സൈഡിലേക്ക് വരുന്നതോറും അവിടെ ടെമ്പറേച്ചർ കുറവാണ്. അതായത് ഈ ഒരു ഭാഗം മുഴുവൻ ടെമ്പറേച്ചർ കുറവുള്ളൊരു റീജിയനാണ്. സോ ഇത്രയും നാളും അറേബ്യൻ സീയിൽ അങ്ങനെ സൈക്ലോൺസ് ഒന്നും ഡെവലപ്പ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂളിൽ ഈ ഇത്രയും കോൾഡ് സർഫസ് ടെമ്പറേച്ചർ അറേബ്യൻ സീയിലുള്ളതുകൊണ്ട് അതൊരിക്കലും സൈക്ലോൺ ഡെവലപ്പ് ചെയ്യില്ല. കാരണം നമ്മൾ വെറുതെ പറഞ്ഞിരുന്നു, വെള്ളത്തിൽ ഉണ്ടാകുന്ന ഹീറ്റാണ് ഇതിൻ്റെ ഫ്യൂവൽ. ആ ഹീറ്റ് ഇല്ലെങ്കിൽ അത് അധികം സസ്റ്റൈനബിൾ ചെയ്യില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ ഇപ്പോൾ വാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ അറേബ്യൻ സീയാണ് ഏറ്റവും കൂടുതൽ വാം ചെയ്യുന്നത്. സാധാരണ ഒരു സീ ചൂടാവുന്നതിനേക്കാളും ഫാസ്റ്റസ്റ്റ് ആയിട്ടാണ് അറേബ്യൻ സീ ചൂട് പിടിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ ഒരു വലിയ പ്രശ്നമായിരിക്കും ഭാവിയിൽ. നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. പിന്നെ നമുക്കറിയുന്ന മറ്റൊരു ഫാക്ടറാണ് ഗ്ലോബൽ ഓഷ്യൻസ് ആണ് നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം ഉണ്ടാകുന്ന എക്സസ് ഹീറ്റിനെ, ഭൂമിയിലുള്ള ഹീറ്റിനെ വലിച്ചെടുക്കുന്നത്. 90% ഓഫ് ഹീറ്റും എക്സസ് ഹീറ്റും വലിച്ചെടുക്കുന്നത് ഓഷ്യനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഓഷ്യൻ വാർമിങ്ങിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ഈ ഓഷ്യൻ വാർമിങ് കാരണം എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനർജി കൂടും, ഹീറ്റ് വെള്ളത്തിനുള്ള ഹീറ്റ് എനർജി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ സൈക്ലോൺ കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യും. അങ്ങനെ അതൊരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഓഷ്യനിൽ സ്റ്റോർ ചെയ്തിടും. പിന്നീട് ആ പൊട്ടൻഷ്യൽ എനർജി സൈക്ലോണിൻ്റെ സമയത്ത് വിൻഡിൻ്റെ സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്ത് വിൻഡിൻ്റെ വേഗത കൂട്ടുന്ന കൈനറ്റിക് എനർജിയായി അത് മാറുകയാണ്. അപ്പോൾ ഇതിലുള്ള ഈ ഹീറ്റ് ഇപ്പോൾ കൂടുന്നതിൻ്റെ റീസൺ അത് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ സൈക്ലോൺ ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾ അവിടുത്തെ അറേബ്യൻ സീയിലെ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ അറിയുന്നത് 30-31 ഡിഗ്രി സെൽഷ്യസോളം ചൂടുണ്ട്. അപ്പോൾ അതായിരുന്നു ഇത്രയും വലിയൊരു സൈക്ലോൺ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ ഹീറ്റ് മാത്രം ഇങ്ങനെ ഹൈ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ? അപ്പോൾ അതിൻ്റെ റീസൺ പറയുന്നത് അവിടുത്തെ ഓഷ്യൻ കറണ്ട് കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം ചൂടുവെള്ളം താഴത്തേക്ക് വരും, തണുത്ത വെള്ളം മുകളിലേക്ക് വരും ചെയ്യുന്നൊരു പ്രോസസ്സ് ഓഷ്യനിൽ നടക്കേണ്ടതാണ്. പക്ഷേ ഇത്രയും ചുറ്റും ലാൻഡ് മാസ് ഉള്ളതുകൊണ്ട്, ഇപ്പോൾ ലാൻഡ് മാസാൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അറേബ്യൻ സീയിൽ ഓഷ്യൻ കറണ്ട് കറക്റ്റായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് അവിടെ ഹീറ്റ് ഡിസിപ്പിറ്റേറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ അതാണ് അറേബ്യൻ സീക്ക് ഇത്രയും ചൂട് നിലനിൽക്കാനുള്ള കാരണം. സോ ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന പോയിന്റുകൾ. അപ്പോൾ ഈ സൈക്ലോൺസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബേസിൽ വേറൊരു വാർത്ത വന്നിട്ടുണ്ട്. അതെന്താ നോക്കാം. ന്യൂ അപ്രോച്ച് കമ്പൈൻസ് ബയോളജിക്സ്, ആൻറ്റിബയോട്ടിക്സ്, ഡ്രഗ്സ് കോൺജുഗേറ്റ്സ്. ആൻറ്റിബയോട്ടിക് അല്ല, ആൻറ്റിബോഡി ഡ്രഗ് കോൺജുഗേറ്റ്സ്. ഇതിനെ വിളിക്കുന്നൊരു പേരാണ് പ്രോട്ടീൻ ആൻറ്റിബോഡി കോൺജുഗേറ്റ്സ്. ഈ പ്രോട്ടീൻ ആൻറ്റിബോഡി കോൺജുഗേറ്റ്സിന് അതൊരിപ്പോൾ ഒരു റിസർച്ചിൽ നടന്നൊരു സംഭവമാണ്. അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്സും ആൻറ്റിബോഡി ഡ്രഗ്സും കൂടെ കമ്പൈൻ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ അതിൽ ആദ്യം നോക്കി ബയോളജിക്സ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ആൻറ്റിബോഡി ഡ്രഗ് കോൺജുഗേഷൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാവുകയുള്ളൂ. ബയോളജിക്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ: ടു ടാർഗറ്റ് എ ഡിഫക്റ്റീവ് പ്രോട്ടീൻ ഇൻ എ സിസ്റ്റം ബൈ ഡെലിവറിങ് പ്രോട്ടീൻ ടു ഇറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് ഈ പ്രോട്ടീനായി ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്യും. അങ്ങനെ ഇൻസുലിൻ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് എവിടെയാണോ ഇൻസുലിൻ വേണ്ടത് അതിനെ ബാലൻസ് ചെയ്യാനത് സഹായിക്കും. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഇൻസുലിൻ നമ്മുടെ ബ്ലഡിലൂടെ എല്ലായിടത്തും പോകും. സോ ആർക്കൊക്കെ ഇൻസുലിൻ വേണ്ടതെന്ന് വെച്ചാൽ അവരത് അവിടെ നിന്ന് എടുക്കും. അപ്പോൾ ഇത് നടക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതൊരു സെല്ലിൻ്റെ ഔട്ട്സൈഡിൽ നടക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, ഈ സർക്കുലേഷൻ ഓഫ് ഇൻസുലിൻ നടക്കുന്നത് ഔട്ട്സൈഡ് ദ സെല്ലാണ്. അപ്പോൾ അതാണ് കാരണം. ഈ ഇൻസുലിൻ ഷോട്ട്സ് ഇൻസുലിൻ എത്തിക്കുന്നത് ബ്ലഡ് സ്ട്രീമിലാണ്. അപ്പോൾ അത്
ഇപ്പോൾ നമുക്ക് ഇൻസുലിൻ ഡിമാൻഡ് ഒരു സെല്ലിൻ്റെ ഉള്ളിലായിരുന്നു വേണ്ടിയിരുന്നെങ്കിൽ, അത് ഇൻസൈഡ് ദ സെല്ലാണെങ്കിൽ ഈ ഇൻസുലിൻ ഷോട്ട്സ് വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇഞ്ചെക്ട് ചെയ്ത് കാര്യമില്ല, അതിപ്പോഴും ബ്ലഡ് സ്ട്രീം വഴി പുറത്തേ എത്തുന്നുള്ളൂ. സോ നമുക്കറിയാം, ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത്ര സിമ്പിളായി നടക്കുന്ന കാര്യമല്ല. സെല്ല് വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പോൾ സെല്ലിൻ്റെ മുകളിൽ എന്തൊരു പ്രോട്ടീൻ വന്ന് കോൺടാക്റ്റിൽ വന്നാലും അത് തട്ടിയിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് പോകും, ഒഴുകിപ്പോകും, അത്രേ ഉള്ളൂ. അല്ലാത്ത സെല്ലിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ബോഡിയിലേക്ക് ഇപ്പോൾ കോവിഡ് വൈറസ് കയറുന്ന എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ഡ്രൈവർ ഫോഴ്സ് വേണം. അതായത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മീൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി AC2 എന്നൊരു പ്രോട്ടീനെ എൻസൈമിനെ യൂസ് ചെയ്യുന്ന നമ്മൾ ഇതിന് മുന്നേയുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ റിവിഷൻ ടോപ്പിക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു എൻസൈമിൻ്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻഡോസൈറ്റായിട്ട് മാറാൻ പറ്റുള്ളൂ, അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോട്ടീൻസ് വേണ്ടത് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരുപാട് അസുഖങ്ങൾക്ക് അൺക്യൂറബിളായി മാറും. ഓക്കെ, പലതും ക്യൂർ ചെയ്യാൻ പറ്റില്ല. പ്രോട്ടീൻസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തേണ്ട പോയിൻറ്റ്സ് നമുക്ക് വർക്ക് ചെയ്യാതെ ആവുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രോട്ടീനിന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യിക്കാമെന്നറിയില്ല. എൻ്റർ ചെയ്യിച്ചാൽ മാത്രമേ കാര്യം നടക്കൂ എന്നൊരു ലെവലിലെത്തിയപ്പോൾ നമ്മൾ പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നതാണ്. അതിൻ്റെ പേരാണ് ആൻറ്റിബോഡി കോൺജുഗേറ്റ്സ്. സോ ആൻറ്റിബോഡി ഉപയോഗിച്ചുകൊണ്ട് ഡ്രഗ് ഡെലിവറി നടത്തുന്ന ഒരു പ്രത്യേക മെക്കാനിസമാണിത്. അപ്പോൾ നമുക്കറിയാം, ആൻറ്റിബോഡി എന്നുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഒരു ബോഡിയിൽ ഫോറിൻ സബ്സ്റ്റൻസ്, അതായത് ഒരു പരിചയമില്ലാത്തൊരു വസ്തു ബോഡിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ആൻറ്റിബോഡി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഒരു ക്യാൻസർ സെല്ല് എന്നുള്ളത് സാധാരണ ഹെൽത്തി സെല്ലിൽ നിന്നും വ്യത്യാസം ഉണ്ടാകും. സോ ക്യാൻസർ സെല്ലിലേക്ക് നമുക്ക് ഡ്രഗിനെ എൻ്റർ ചെയ്യിക്കാൻ പറ്റുന്നില്ല. കാരണം ക്യാൻസർ സെല്ലിൻ്റെ സർഫസിൽ അതൊരു ആൻറ്റിബോഡിയെ തിരിച്ചറിയും. എന്നാൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഡ്രഗിന് അതേ ക്യാൻസർ സെല്ലിൽ തന്നെ ആൻറ്റിബോഡിയാണുള്ളതെങ്കിലോ, സോ അതൊരു സെയിം ഫോറിൻ വസ്തുവായിട്ടാണ് അറിയില്ല. സോ ഫോറിൻ വസ്തുവായിട്ട് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ഫോറിൻ വസ്തുവായി തിരിച്ചറിയാൻ പറ്റില്ല, അത് സെയിം ബോഡി പാർട്ടാണെന്ന് വിചാരിച്ചിട്ട് ക്യാൻസർ ഹെൽത്തി സെൽ എന്നാൽ പക്ഷേ നമ്മൾ ഈ ഇഞ്ചെക്ട് ചെയ്യുന്ന ഡ്രഗിൻ്റെ ഔട്ട് സർഫസിൽ നമ്മളൊരു ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ആ ആൻറ്റിബോഡി എന്നുള്ളത് ഒരു ക്യാൻസർ സെല്ലിൻ്റെ ആൻറ്റിബോഡിനോട് സെയിം ആണ്. അപ്പോൾ ഒരു ഹെൽത്തി സെല്ലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഹെൽത്തി സെല്ല് നോക്കുമ്പോൾ ഇത് വേറെ ഫോറിൻ വസ്തുവാണ്. സോ അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ ക്യാൻസർ സെല്ല് നോക്കുമ്പോൾ അത് ഫോറിൻ വസ്തുവല്ല. കാരണം ക്യാൻസർ സെല്ലിൻ്റെ പുറത്തുള്ള ആൻറ്റിബോഡി ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ആൻറ്റിബോഡി. സോ സെയിം ടൈപ്പ് ഓഫ് സെല്ലാന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്യുകയും അങ്ങനെ ആ ക്യാൻസർ സെല്ലിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഡ്രഗ് എൻ്റർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും. സോ ഇതാണ് മെത്തേഡ്. സോ അങ്ങനെ നമ്മുടെ ആൻറ്റിബോഡിയും ഡ്രഗ്സും സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു വന്നിരിക്കുക. സോ സെല്ലിൻ്റെ ഉള്ളിലൊരു സാധനം, ആൻറ്റിബോഡിയിലൊരു സാധനമുണ്ട്, അതിൻ്റെ പേരാണ് ലൈസോസോമിന് ഒരുപാട് പ്രോട്ടീനേസുകളുണ്ട്. അപ്പോൾ ഇവരുടെ ജോലി എന്താ, ഈ പ്രോട്ടീനേസിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്ന ഡ്രഗ് ഒരു ആൻറ്റിബോഡിയിൽ വെച്ചിട്ടാണ് അകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്. സോ അതിൽ ഈ ആൻറ്റിബോഡി ഉണ്ടാക്കിയിരിക്കുന്നതും പ്രോട്ടീൻ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ അകത്തെത്തുന്ന ആൻറ്റിബോഡി ഒരു ഔട്ടർ കവർ പോലെ ആക്ട് ചെയ്യും. ആ ആൻറ്റിബോഡിയുടെ അകത്ത് നമ്മുടെ ഡ്രഗും ഉണ്ട്. സോ നമ്മുടെ ലൈസോസൈം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ആൻറ്റിബോഡീനെ, അതിലുള്ള പ്രോട്ടീനേസ് എന്തെന്ന് വെച്ചാൽ ആൻറ്റിബോഡീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതിൻ്റെ ഉള്ളിലുള്ള ഡ്രഗ് അകത്തേക്ക് എത്തുകയും അതിലുള്ള സെല്ലിനെ നശിപ്പിക്കുകയും ചെയ്യും. അതായത് ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലിനെ നശിപ്പിക്കുകയും ചെയ്യും. സോ ഇങ്ങനെ നമുക്ക് ആ രോഗത്തിനൊരു പ്രതിരോധം കണ്ടെത്താൻ പറ്റും. സോ അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്ന ഡ്രഗിൽ നിന്നും അവരുടെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഡ്രഗ് എഫക്റ്റീവായി വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറൊരു വലിയൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് മരുന്ന് പ്രൊഡ്യൂസ് ചെയ്താലും ആ മരുന്ന്, ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി ഒരു മരുന്ന് ഒരു ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ മരുന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ വ്യക്തമായി നടത്താനുള്ള കഴിവ് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ബയോളജിയിലുള്ള വലിയൊരു മാറ്റം തന്നെയായിരിക്കും. സോ ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബയോട്ടിക്സ് ആൻഡ് ആൻറ്റിബോഡി കോൺജുഗേറ്റ്. സോ ഇത്രയാണ് ഇന്നത്തെ ന്യൂസിൽ വന്ന ഇമ്പോർട്ടൻ്റ് ആയ വാർത്ത. ഇതോടുകൂടെ നമുക്ക് ഇന്നത്തെ സെക്ഷൻ നിർത്താം. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ ഇടുന്നുണ്ട്, ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. നിങ്ങളെ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ ആൻസർ എഴുതുക. സോ താങ്ക് യു സോ മച്ച്.